ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് ചാറ്റ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ പേര് ഇതിന് ലെറ്റ്സ് ചാറ്റ് എന്നുള്ളതായിരുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് ജനറലി ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന എന്തൊരു തോട്ട്സും എന്തൊരു ഡിസ്കഷനും വന്നിരുന്ന് പറയാൻ പറ്റുന്ന ഒരു വേദി എന്നുള്ളതായിരുന്നു. ബട്ട് സംവെയർ ഡൗൺ ദി ലൈൻ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ആളുകൾക്ക് വളരെ ബെനിഫിറ്റുള്ള, അവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കണം ഇതിലൂടെ കൺവേ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു തോട്ട് വന്നതുകൊണ്ടാണ് ഈ ചാനൽ കുറേ ബാക്ക്ഗ്രൗണ്ടറിൽ പോയത്. കാരണം അങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മൾ റിസർച്ച് ചെയ്യണം, കുറേ കാര്യങ്ങൾ അതേക്കുറിച്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാറുള്ളത്. ബട്ട് ദെൻ വൺ ഫൈൻ ഡേ ഐ റിയലൈസ്ഡ് എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നില്ല. നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ, ഷെയർ ചെയ്യാൻ തോന്നുന്ന ചില തോട്ട്സൊക്കെ ഷെയർ ചെയ്യാമെന്നുള്ളൊരു സ്പേസാണിത്. സോ ആ ഒരു വഴിയിലോട്ട് തിരിച്ചു നടക്കാനുള്ള ഒരു ശ്രമമാണിത്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ ചില തോട്ട്സ് എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അതിലെ ഒരു നിങ്ങൾക്ക് ഇക്വേഷൻ എന്ന് പറയാം, കെമിസ്ട്രി എന്ന് വിളിക്കും, വൈബ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു നെ കുറിച്ചുള്ള എൻ്റെ കുറച്ച് തോട്ട്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം, ഇഫ് യു ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ടോക്സ്, ഈ ടോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിത് വീഡിയോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ശബ്ദം കേട്ടാൽ മതിയാകും. ദിസ് വുഡ് ബി മോർ ലൈക്ക് എ പോഡ്കാസ്റ്റ് വെയർ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംസാരം. അപ്പോൾ എനിക്ക് പലപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഒരുപാട് അവൈലബിൾ ആണ്. മലയാളത്തിൽ സംഭവം എനിക്ക് അധികം കണ്ടു കിട്ടാറില്ല അങ്ങനെ വെറുതെ സംസാരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ. അപ്പം ആ ഒരു ലൈനിലാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു എൻഡഡ് അപ്പ് വാച്ചിങ് ദിസ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളൊരു ഈ ചാനലിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് കൊടുക്കുക, അപ്പോൾ എനിക്കത് കാണാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ എനിത്തിങ്, സംതിങ്, സ്മോൾ കോമൻറ്റ് വിച്ച് മേക്സ് മീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ എവിടെയൊക്കെയോ ഉണ്ട് എന്നറിഞ്ഞാൽ ഇത് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടോപ്പിക്. അപ്പം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപ് അത് സംസാരിക്കാനുള്ള ഒരു ആധികാരികത എന്താണ് എന്ന് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടായ കാലം മുതൽക്ക്, അല്ലെങ്കിൽ വിവാഹം എന്നൊരു സമ്പ്രദായം എന്ന് ആരംഭിച്ചു അന്ന് മുതലുള്ള ഒരു സംവിധാനമാണ്. ദിസ് ഇസ് നത്തിങ് ന്യൂ. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം കംപ്ലീറ്റായി. ഈ മാസം വി കംപ്ലീറ്റഡ് 18 years. അപ്പോൾ നമ്മൾ സാധാരണ പറയും ഇറ്റ് ടേക്സ് അറൗണ്ട് 5 years അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ, അല്ലെങ്കിൽ ചിലർ പറയും ഒരു 10 year എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്, അത് കടന്നു കഴിഞ്ഞാൽ കുറച്ച് വേറൊരു ലെവലാവും, 15 year. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു, 5, 10, 15 കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക്, 20 അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഐ തിങ്ക് ഐ ക്യാൻ ഷെയർ സർട്ടൻ തോട്ട്സ്. നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് വന്നു ചേരുന്നുണ്ടായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ കൊലീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് തന്നെ സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഹോസ്റ്റലിലെ ഫ്രണ്ട്സ്, അങ്ങനെ നെയ്ബേഴ്സ്, അങ്ങനെ പല, ഇതൊക്കെ നമ്മുടെ ചില റിലേഷൻഷിപ്സാണ്. പക്ഷേ ഈ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. അൺലെസ് യു ഡിസൈഡ് ടു ബ്രേക്കപ്പ്, അൺലെസ് ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരാളുടെ ഡെത്ത് സംഭവിക്കുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് 24/7 എവറി സിംഗിൾ ഡേ, എവറി അതർ ഡേ യു ആർ വിത്ത് ദിസ് ദ അതർ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഇതുപോലെയുള്ള വേറെ 2 റിലേഷൻഷിപ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് നമുക്ക് നമ്മുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അഗെയിൻ അൺടിൽ യു മൂവ് ഔട്ട് ഓഫ് ദെയർ ഹൗസ്, ആൻഡ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് വി ഹാവ് വിത്ത് അവർ കിഡ്സ്. ഇത് രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്കൊരു സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് വലിയ പങ്കൊന്നുമില്ല. നമ്മൾ ആരുടെ മക്കളായി ജനിക്കുന്നു നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. നമ്മുടെ മക്കൾ അവർ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്, നോട്ട് ഈവൻ ദെയർ ജെൻഡർ, നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇത് സെലക്ഷന് അപ്പുറത്തുള്ള കാര്യം. പക്ഷേ ഈ ഒരു സംഭവം മാത്രം, whom do you want to marry, നിങ്ങളുടെ ഹസ്ബൻഡ് ആരായിരിക്കണം, നിങ്ങളുടെ വൈഫ് ആരായിരിക്കണം, ഇതിൽ നമുക്ക് കുറച്ച് സേ ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഡിസിഷനാണ് അതിൽ അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നമ്മളാണ് ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. നീ ജനിക്കുമ്പോൾ നിനക്ക് വേണ്ട ഒരാൾ എവിടെയോ ജനിച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിലുള്ളൊരു അർത്ഥമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ബൈബിളിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്, നിനക്ക് ചേർന്ന ഇണയെ നൽകും. അപ്പം ഈ ആരാണ് ഈ ചേർന്ന പാർട്ട്ണർ? എനിക്ക് ചേർന്ന പാർട്ട്ണർ എൻ്റെ സെയിം തോട്ട് പ്രോസസ്സ്, എന്നെപ്പോലെ തന്നെ ഇഷ്ടങ്ങളുള്ള ഒരു വ്യക്തിയാണോ എനിക്ക് ചേർന്നത്? അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന
കുറച്ച് വേറെ തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണോ എനിക്ക് ചേർന്ന ആൾ? ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ആളുകൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും, എൻ്റെ അതേ സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ, എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എളുപ്പമാണല്ലോ, ഒരുമിച്ച് യോജിച്ചു പോകാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, ഒരുപാട് മൂവി കാണാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അതുപോലെ തന്നെ മൂവി ബഫായിട്ടുള്ള വേറൊരാളാണ് അയാളുടെ പാർട്ട്ണറായി വരുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര വേഗം മൂവി വേണമെങ്കിലും കാണാം. ദേ വിൽ ബോത്ത് എൻജോയ് ഡൂയിങ് ദാറ്റ്. അതേസമയം ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് തീരെ ട്രാവലിംഗ് താല്പര്യമില്ലാതെ കംപ്ലീറ്റ്ലി ഹോം ബോഡി ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് അപ്പുറത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും ഒപ്പീനിയൻസും ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ലൈക്ക് ആസ് യു സേ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറഞ്ഞ പോലെ എന്നാണ് നമുക്ക് പൊതുവെ തോന്നാറ്. അപ്പം ഞാനിതേക്കുറിച്ച് ചിന്തിക്കുമ്പം ഇങ്ങനെ കുറച്ച് ഇടയ്ക്കിരുന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളും. അങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ ഈ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുൻപ് കണ്ട ഒരു ന്യൂസാണ്. ഒരു ഏക മകളാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പാരൻസ് അതിനെതിരായിരുന്നു. സോ ഈ കുട്ടി അയാളുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും ഞാൻ അയാളുടെ കൂടെ തന്നെ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ അച്ഛനും അമ്മയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഞങ്ങളുടെ ശരീരം പോലും ഈ മകളെ കാണിക്കരുത് എന്നൊക്കെ ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് ഇവർ ആത്മഹത്യ ചെയ്തു. ഇത് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, നമ്മുടെ ഒരു മോൾ, ഏക മകൾ, അവൾ നമ്മളെ വിട്ടു പോകുന്നു എന്ന നിമിഷത്തിൽ ഇതിലേതോ ഒരാൾക്ക്, ഹസ്ബൻഡിനോ വൈഫിനോ ഏതോ ഒരാൾക്ക് ആ ഒരു തോട്ട് വന്നു, ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാ എന്നുള്ളൊരു ചിന്ത വന്നു കാണും. അത് അയാൾ തീർച്ചയായിട്ടും മറ്റേ ആളോട് പറഞ്ഞു കാണും, ഭാര്യയോടോ ഭർത്താവിനോടോ. ആ നിമിഷത്തിൽ ആ മറ്റേ വ്യക്തിക്കും സെയിം ചിന്തയാണ് വന്നത്. അതുകൊണ്ടാണല്ലോ അവർ രണ്ടുപേരും ആ ഒരേ തീരുമാനം എടുക്കുകയും അവരുടെ ജീവൻ തന്നെ വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്തത്. ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് ഇതായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് രണ്ട് വ്യത്യസ്ത അഭിപ്രായമുള്ളവരായിരുന്നെങ്കിൽ, ഒരാൾ പറയുകയാണ് നമ്മുടെ മോള് പോയി, ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാ. അപ്പോൾ മറ്റേ ആൾ പറയുക, അല്ല നമ്മുടെ മോള് മാത്രമല്ലല്ലോ, നമുക്ക് അവളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വയ്ക്കാം, നമുക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്, അവൾ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മകൾ മാത്രമല്ല. ഈ ഒരു അഭിപ്രായം രണ്ടാമതൊരാൾ പറഞ്ഞിരുന്നെങ്കിൽ അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും, ചിലപ്പോൾ അതൊരു ഫൈറ്റിലേക്കൊക്കെ പോവുമായിരിക്കും. എങ്കിൽ പോലും ഒരുപക്ഷെ അവരുടെ ജീവൻ പൊലിഞ്ഞു പോകാൻ ഇടവരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഷെയർ ചെയ്യേണ്ടി വരും. മീ ആൻഡ് മൈ ഹസ്ബൻഡ്, ലൈക്ക് ഞങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ സെയിം അഭിപ്രായം ഉണ്ടാവാറുള്ളൂ. മിക്കവാറും നമ്മളൊരു ഇൻ ടോട്ടാലിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു 80-90% ഓഫ് തിങ്സും ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ഇത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ഹിം ദ അതർ ഡേ, ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ പറയുന്നത്, ഈ സ്ഥാനത്ത് നമ്മൾ രണ്ടുപേരായിരുന്നെങ്കിൽ യു വിൽ സേ സംതിങ്, ഐ വിൽ സേ ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്, വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്, വി വിൽ ഫൈറ്റ് അബൌട്ട് ഇറ്റ്. എന്തായാലും ആരും ആത്മഹത്യ ഒന്നും ചെയ്യില്ല, കാരണം ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് വേണമല്ലോ തീരുമാനത്തിലോട്ട് എത്താൻ. അപ്പോൾ മിക്കവാറും പല കാര്യങ്ങളിലും ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല ഹസ്ബൻഡ് പറയുന്നത്, അല്ല ഹസ്ബൻഡ് പറയുന്നത് ആയിരിക്കില്ല എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേറൊരു ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ഈ ഡിസ്കഷൻസ് കുറേ നേരം മുന്നോട്ട് പോയിട്ട് അറ്റ് ലാസ്റ്റ് വി കം ടു എ കൺക്ലൂഷൻ. അത് സംഭവിക്കാറുണ്ട്. കൺക്ലൂഷനിൽ ഒരിക്കലും എത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കില്ല, പിന്നെ എന്നും അടിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് സംഹൗ സംവെയർ ഡൗൺ ദി ലൈൻ നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് വരുമ്പം ഒരാൾ പറഞ്ഞത് എന്നാൽ അതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് മറ്റാൾക്ക് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും അല്ലാതെ ഒരു പുതിയൊരു സംഭവം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും. അല്ലെങ്കിൽ വി വിൽ ബോത്ത് ഡിസൈഡ് ടു മീറ്റ് സംവെയർ ഇൻ ദ മിഡിൽ. ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, നീ അവിടെ നിന്ന് അങ്ങോട്ട് വരും, നമുക്കിവിടെ ഇത് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ആണ് മിക്കവാറും ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ ഡിസിഷൻസ് മുന്നോട്ട് പോകാറുള്ളത്. ഐ ഫീൽ according to me that is a very healthy relationship because I have seen people personally ചേട്ടൻ പറയുന്നത് എന്തോ അത് തന്നെ, ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല, എന്താണോ ചേട്ടൻ പറയുന്നത് അത് തന്നെ, അതുപോലെ തന്നെ ഭാര്യ എന്താണോ പറയുന്നത് അത് തന്നെ അഭിപ്രായം, എനിക്ക് വേറെ ഒന്നുമില്ല, അവളെന്ത് പറഞ്ഞു അത് തന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് പറയുന്ന ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി അവരുടെ ലൈഫ് കുറേ സ്മൂത്ത് ആയിരിക്കും, ഞങ്ങളുടെ റൈഡ് എപ്പോഴും കുറച്ച് ബംപി റൈഡായിരിക്കും, കാരണം നമുക്ക് പല അഭിപ്രായങ്ങളാണല്ലോ എപ്പോഴും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെൻ ഐ ലുക്ക് ബാക്ക്, ഇഫ് ഐ ഹവ് ഗിവൺ എ ചോയ്സ് ടു ഗെറ്റ് സംബഡി ഹു വിൽ തിങ്ക് എക്സാക്ട്ലി ലൈക്ക് മീ, വിൽ ഹാവ് ഓൾ ദ സെയിം ഇൻട്രസ്റ്റ് ആസ് മീ, അതൊരു ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ കൺസിഡർ ഇങ്ങനെ വരുന്ന ചില ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ആർ ലൈക്ക് സം ചാലഞ്ചസ് ഓർ പസിൽസ് ദാറ്റ് വി ക്യാൻ സോൾവ് ആൻഡ് മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്.
നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കാരണം ഞാൻ ആസ് ഐ ടോൾഡ് യു വെരി സ്മോൾ ഒരു ടോപ്പിക്കാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യണം. ഇഫ് ദർ വാസ് എ പ്ലാറ്റ്ഫോം വെർ ഐ കുഡ് ടോക്ക് ആൻഡ് യു കുഡ് ടോക്ക് ബാക്ക് ടു മീ, ദാറ്റ് വുഡ് ബി അമേസിങ്. പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കമൻസിൽ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യണം. സീ യു നെക്സ്റ്റ് ടൈം. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ.